ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു അപ്ഡേറ്റ്, ഒരു കിടിലൻ ഒരു അപ്ഡേറ്റ് ആണ്. മാർക്കോ സിനിമ ഞാൻ കണ്ടു. എന്താ പറയുക, എല്ലാവരും പറഞ്ഞ ഒരു റിവ്യൂ ആണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞാണ്. വയലൻസ് ഇറങ്ങിയ വയലൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു കിടിലൻ സിനിമയാണ്. വേറൊന്നുമല്ല, എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സിനിമ, ഇങ്ങനത്തെ ഒരു മേക്കിങ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ അമൽ നീരദിൻ്റെ മേക്കിംഗ് നമ്മൾ കണ്ടേക്കണം ലാസ്റ്റ്. അപ്പോൾ അനീഫാദിൻ്റെ സിനിമ ഇറങ്ങിയ പടങ്ങൾ നമുക്കറിയാം അതിൻ്റെ മേക്കിംഗ് എങ്ങനെയെന്നറിയാം. പക്ഷേ ഇത് ഒരു വേറൊരു ലെവല് സാധനമായിട്ടാണ് അനീഫാദിന് ഒരുക്കി വെച്ചേക്കണത്. പിന്നെ ഉണ്ണിമൂന്നൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസും എന്താ പറയുക, സോഗ്, ആക്ഷൻ, ലുക്ക് എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു ഉണ്ണിമൂന്നൻ്റെ കരിയറിൽ തന്നെ ബെസ്റ്റ് സിനിമയാണ് മാർക്കോ. പിന്നെ രവി ബസൂർ മ്യൂസിക്, അത് ടോട്ടലി അടിപൊളി. പിന്നെ ഞാനൊരു കാര്യം പറയാം, അതായത് നമ്മുടെ ജഗദീഷ് അറിയാം, പുള്ളി പഴയ സിനിമയിൽ കോമഡി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളി അത്യാവശ്യം ഒരു നോളജുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു പ്രൊഫസറായിരുന്നു പുള്ളി. പക്ഷേ ക്യാരക്ടർ അങ്ങനെയായിരുന്നു പുള്ളിക്കാരൻ്റെ. അത് നല്ല കഥാപാത്രങ്ങളൊക്കെ നമ്മൾ കണ്ട് പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ വേറെ കളിയാണ് പുള്ളി കളിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. കാരണം ഈ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിലവർ പറഞ്ഞത് ഇത് കോമഡി ആയിപ്പോയെന്നാണ്. പക്ഷേ അതെനിക്ക് മനസ്സിലാവണില്ല. ഇവർ സിനിമയാണ് കാണുന്നത്, അല്ലെങ്കിൽ വേറെ രീതിയിൽ ആ സീൻ വരുമ്പോൾ ഇങ്ങനെ തിരിച്ച് പിടിക്കുമോ, എന്താ പറയുക, അത് കണ്ടിട്ട് അത് കോമഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ലത്. ഇത് കാണുന്ന കണ്ണിൻ്റെ കുഴപ്പമായിരിക്കും. ജഗദീഷിൻ്റെ കരിയറിലെ ഒരു വില്ലൻ വേഷം അത് മാർക്കോയാണ്. പിന്നെ ഷെന്മി തിലകൻ്റെ മകൻ അഭിമന്യു, പുള്ള ഫസ്റ്റ് അരങ്ങേറ്റം ഗംഭീരമാക്കിയിട്ടുണ്ട്. അത് പിന്നെ ഉണ്ണിമൂന്തൻ, പുള്ളിയുടെ പടങ്ങൾ, പണ്ടത്തെ പടങ്ങൾ, ഉണ്ണിമൂന്തൻ്റെ മല്ലൂസിങ് കണ്ട് അതിന് ശേഷം മാളികപ്പുറം, ലാസ്റ്റത്തെ ആ ഫൈറ്റ് മാത്രമേ ഉള്ളൂ. എന്നാലും മാളികപ്പുറം നല്ല സിനിമയാണ്. അതിന് ശേഷം എനിക്ക് തോന്നുന്നു KGF സിനിമ യാഷിനൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അതേപോലെ ഉണ്ണിമൂന്നിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് ഈ മാർക്കോ സിനിമ. ചില യൂട്യൂബർ നല്ല ഇത് എന്താണ് പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തു. ബാക്കി ചിലവർ മാത്രമാണ്. അത് ഞാൻ പറയാം. ബാക്കി ചിലവർ ഈ ഗമ കളിക്കുന്നതാണ്. അതായത് അവർക്ക് വേറൊന്നും ഇല്ല. കാരണം ആ യൂട്യൂബർ എനിക്ക് തോന്നുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് ഇടാം, നമുക്ക് കാറിൽ നിന്ന് വീഡിയോ ഇടാം. പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ അടി കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ആരും പ്രതികരിക്കാത്തത്. ഞാൻ പറയില്ലേ, ഈ ഗമ കളിയാണ് മൊത്തത്തിൽ. ഈ മാർക്കോ സിനിമ ഞാൻ പറഞ്ഞത്, ഞാൻ കണ്ടിട്ട് അത് നമുക്ക് വേണമെങ്കിൽ കുറ്റം കണ്ടുപിടിക്കാമെന്ന്. ഉണ്ണിമൂന്നിന് ഇഷ്ടപ്പെടാത്ത ആളുകൾ പോലും സിനിമ കണ്ടിട്ട് എന്ത് പെർഫോമൻസ് കാണിച്ചു ചെന്ന് പറഞ്ഞത്. അപ്പോൾ ഉണ്ണിമൂന്നൻ വേറെ റേഞ്ചായി. ഞാൻ നേരത്തെ പറഞ്ഞത്, കാറിൽ നിന്ന് വീഡിയോ ഇടാം, ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് 10-20-50 പേരിൻ്റെ മുമ്പിൽ വെച്ച് നമുക്ക് ഗഡ്സോടെ പറയാൻ പറ്റും. ഇപ്പം ചില അണ്ണന്മാർ തിയേറ്ററിൽ വരും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവർ എന്തൊക്കെ പൊട്ടത്തരം പറഞ്ഞാലും 10-50 പേരുണ്ട്, അടിക്കുമെന്ന് അവർക്കൊരു പേടിയില്ല. പക്ഷേ ഇത് നമുക്ക് കാറിൻ്റെ ഉള്ളിലും ഡിക്കിൻ്റെ ഉള്ളിലും വീടിൻ്റെ ഉള്ളിലും വീഡിയോ ഇടുമ്പോൾ നമുക്കറിയാം എന്നെ ആരും തല്ലാൻ മഞ്ഞില്ല. ആ ഒരു എന്താ പറയുക, മെമ്മറി ലോസ് ഉള്ളതുകൊണ്ടാണ് ഈ ഗമ പറയണത്. സിദ്ദീഖിൻ്റെ ഒരു എന്താ പറയുക, പുള്ളിപ്പോൾ ഒരു മൊത്തത്തിൽ എയറിലാണ്. പക്ഷേ നല്ലൊരു ക്യാരക്ടറാണ് പുള്ളിയുടെ. അത് നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ പറ്റും. പിന്നെ വില്ലൻ ഹെവി.